നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിഷയത്തിലേക്ക് വരാം. നമ്മുടെ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, മന്ത്രിമാരെ കൊണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി എന്നുള്ളതാണ്. കാരണം ജയിച്ചാലും ഇല്ലെങ്കിലും ശരി ഞങ്ങൾ മന്ത്രിമാരെ തീരുമാനിക്കും, ഭൂരിപക്ഷം കിട്ടിയാലും ഇല്ലെങ്കിലും ശരി ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. എന്നാൽ ഇതൊന്നും എങ്ങും എത്താതെ പോകുന്ന ഗതികെട്ട ഒരവസ്ഥയാണ് സത്യത്തിൽ നമ്മുടെ UDF-നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറയാം, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടില്ലെങ്കിൽ എന്താ, കോൺഗ്രസിൽ കാര്യമായി വെടിക്കെട്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് കെ മുരളീധരൻ കൂടി പറഞ്ഞു കഴിഞ്ഞു. എന്ന് വെച്ചാൽ അധികാരം കിട്ടുന്നതിന് മുൻപ് തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചയാണ് നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ തുറന്ന സംവാദം പാടില്ല എന്ന് KPC അധ്യക്ഷനായിരുന്ന സണ്ണി വക്കീൽ പറഞ്ഞുവെങ്കിൽ തന്നെയും എല്ലാവരും തുറന്ന രീതിയിൽ തന്നെയാണ്. ഇന്ത്യൻ എക്സ്പ്രസിൽ വരെ നമ്മുടെ രമേശ് ജിയുടെ പുതിയ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ സ്വന്തം അനുഭവക്കുറിപ്പുകളും പ്രാഞ്ചിയേട്ടൻ ശൈലിയിൽ വന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്ന് വേണ്ട എല്ലാ നേതാക്കന്മാരും, അതായത് മുഖ്യമന്ത്രി സ്ഥാനം തൻ്റെ കയ്യിൽ നിന്ന് പോകും എന്നുറപ്പായ സമയത്താണ് രമേശ് ജി ഇത്തരത്തിലുള്ള വെടലപ്പണികളെല്ലാം കാണിച്ചു തുടങ്ങി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ VD സതീശൻ ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ VD സതീശന് വളരെ കൃത്യമായി അറിയാം, VD സതീശനെ പിന്തുണച്ചുകൊണ്ട് ഘടകകക്ഷികളെല്ലാം ഒപ്പമുണ്ട് എന്ന്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ താല്പര്യം എപ്പോഴും VD സതീശനാവുന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, VD സതീശനാണത്രേ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെത്തിച്ച് UDF-നെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. വിജയിച്ചിട്ടില്ല കേട്ടോ. അപ്പം അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തി VD സതീശനാണ്. ഈ VD സതീശൻ, അതായത് എന്താ നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടില്ലേ, അടി കൊള്ളാൻ ചണ്ടയും പണം വാരാൻ മാരാരും എന്ന് പറയുന്ന പോലെ ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ VD സതീശൻ, അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ VD സതീശനും അതിൻ്റെ ഗുണഫലം സൈഡിൽ നിന്നുകൊണ്ട് വാഴ നനയുമ്പം ചീര നനയുന്ന പോലെ ഗുണഫലം ഏറ്റെടുക്കാൻ കിടക്കുന്നവർ VD സതീശ്, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും. ഇത് ബാക്കിയുള്ള ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത്ര താല്പര്യമുള്ള വിഷയമല്ല. അതായത് ലീഗിനെ ആണെന്നുണ്ടെങ്കിലും രമേശ് ചെന്നിത്തല വരുന്നതിനോട് താല്പര്യമില്ല. ഇനി ലീഗിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ വരുന്നതിനോട് താല്പര്യമില്ല. ഇതിനകത്ത് വേറൊരു തരം രാഷ്ട്രീയം കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന VD സതീശനോട് എന്തുകൊണ്ട് ലീഗിന് താല്പര്യമുണ്ടാകുന്നു, ജമാഅത്തെ ഇസ്ലാമിക്ക് താല്പര്യമുണ്ടാകുന്നു ചോദിച്ചാൽ, ഒരു ശക്തമായ ഒരു ന്യൂനപക്ഷ പ്രീണനം VD സതീശൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സതീശൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പിൻബലമാണ് എന്ന് വെച്ചാൽ, ഇവിടെ ഒരു വർഗീയ രീതിയിൽ ഒരു ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ച ഒരാൾ കൂടിയാണ് VD സതീശൻ. അതുകൊണ്ട് മുസ്ലിം ലീഗിനാകട്ടെ ജമാഅത്തെ ഇസ്ലാമിക്കാവട്ടെ എല്ലാവർക്കും താല്പര്യം ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായി കാണുന്നത് തന്നെയാണ്. ഇനി രമേശ് ചെന്നിത്തലയോട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നത് കൂടുതൽ ഒരു ഭൂരിപക്ഷ സമുദായ അംഗമായതുകൊണ്ടും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സംഘടനകൾ പലതും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയോട് ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് വലിയ താല്പര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, UDF-നെ സംബന്ധിച്ചിടത്തോളം അതിൽ വർഗീയ കക്ഷികളാണ് ഏറ്റവും വലിയ ഘടകകക്ഷികളായി മാറിയിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. ആ ജോസഫ് ഗ്രൂപ്പും പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ സാമുദായികമായും അതോടൊപ്പം തന്നെ അല്ലാതെയും രാഷ്ട്രീയമായും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സാഹചര്യം, ഒരു വലിയ പൊട്ടിത്തെറിയിലായിരിക്കും അത് അവസാനിക്കാൻ പോകുന്നത്. ഇതിനിടയിൽ നമുക്കറിയാം, കേരളത്തിൽ ഇക്കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആകെ 21 മന്ത്രിമാരാണ്. അപ്പോൾ ഇനിയും തുടർന്നും മന്ത്രിയാകുമ്പോൾ 21 വകുപ്പുകളും 21 മന്ത്രിമാരുമായിരിക്കും തുടർന്ന് ഉണ്ടാകുക. ഇതിൽ ഏകദേശം 10 വകുപ്പുകൾ കൊടുക്കേണ്ടത് ഈ പറയുന്ന പ്രധാന ഘടകകക്ഷികൾക്കാണ്. അതായത് മുസ്ലിം ലീഗ്, ജോസഫ് ഉണ്ടെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന്, RJD അങ്ങനെ തുടങ്ങിയവർക്കെല്ലാം കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം നിലവിൽ UDF-നെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 11 മന്ത്രിമാരെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. 20 MLA-മാർ മന്ത്രിയാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്നു. അതായത് 20-ഉം 1-ഉം 21 പേരും കോൺഗ്രസിൽ നിന്നും ആകും. എന്ന് വെച്ചാൽ ഒരു മന്ത്രി മുഖ്യമന്ത്രി, അതിനെ സംബന്ധിച്ചും തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു മന്ത്രിയായി മുഖ്യമന്ത്രി ഉണ്ടാവും, തുടർന്ന് വരുന്ന 20 പേര്, അങ്ങനെ 21 പേരും കോൺഗ്രസിൽ നിന്നാകും എന്ന് പറയുന്ന രീതിക്ക് പോവുകയാണ്. അതിൽ TN പ്രതാപനുണ്ട്, അതോടൊപ്പം K മുരളീധരനുണ്ട്, തിരുവഞ്ചൂരുണ്ട്, T സിദ്ദിഖുണ്ട്. അങ്ങനെ PC വിഷ്ണുനാഥിന് മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. M ലിജു എല്ലാവരും ജയിച്ചല്ലോ, M ലിജുവിന്, കായംകുളത്ത് നിന്ന് ഉള്ള ലിജുവിന് കൊടുക്കേണ്ടി വരുന്നു. ഇനിയും G സുധാകരന് മന്ത്രിസ്ഥാനം കൊടുത്തേ പറ്റൂ. കാര്യം അദ്ദേഹം മുതിർന്ന ഒരു നേതാവാണ്. ഈ മന്ത്രിസ്ഥാനം കാംക്ഷിച്ചിട്ട് തന്നെയാണ് G സുധാകരൻ UDF-ലേക്ക് മാറിയത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ RSPയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. TK
ഗോവിന്ദൻ മാസ്റ്റർ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ഗ്രൂപ്പിന് തന്നെ കൊടുക്കേണ്ടി വരും. ഈ ടി സിദ്ദിഖ്, ടി എൻ പ്രതാപൻ എന്താണെങ്കിലും വേണ്ടി വരും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്, അതായത് മുഖ്യമന്ത്രിയാകാനുള്ള അർഹത ഉള്ള ഒരു നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയത്തു നിന്നുള്ള ഒരാളാണ്. തന്നെയുമല്ല അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഇവരെക്കാൾ കൂടുതലാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുള്ള പരിചയം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത കൂടിയുണ്ട്. അപ്പം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചരട് വലികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും ഇവർക്ക് ഇനി ഘടകകക്ഷികളെ അനുനയിപ്പിക്കണമല്ലോ. ഈ പറയുന്ന ഇത്രയും പേർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. ഈ എം എൽ എമാർക്ക് ഏകദേശം 20ഓളം വരുന്ന എം എൽ എമാർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. ഇനി ഇത് കൂടാതെ ഘടകകക്ഷികൾക്ക് കൂടി കൊടുക്കേണ്ടി വരും. ഘടകകക്ഷികൾക്ക് മിനിമം ലീഗിന് മാത്രം ഒരു 5 മന്ത്രിമാരെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതോടാകുമ്പം 25 മന്ത്രിമാരാവും. ഇനി ജേക്കബ് ഗ്രൂപ്പിന് ഒരു മന്ത്രിയെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം 26 ആവുന്നു. ജോസഫിൽ നിന്ന് വരുന്ന 1-2 പേർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ എത്ര മന്ത്രിമാരാവുമെന്ന് ആലോചിച്ച് നോക്കി. ഏകദേശം 30ഓളം വരുന്ന മന്ത്രിമാരെ കൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി. അതേ മാർഗമുള്ളൂ. ഇല്ല ഇനി ടി സിദ്ദിഖിനോട് നിങ്ങൾക്ക് മന്ത്രിയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ടി സിദ്ദിഖ് രാജിവെക്കും ചിലപ്പോൾ. ഇനി പി വി അൻവർക്ക് ജയിച്ചാലോ? പി വി അൻവറിന് കൊടുക്കേണ്ട ഒരു മന്ത്രിസ്ഥാനം. പി വി അൻവർ അവിടെ പോയി മരുമോനിസത്തിനെതിരായി പോരാടി ജയിച്ചു വരുന്നത് വെറുതെ കളിക്കലല്ലോ. അവിടെ വന്നിട്ട് എം എൽ എ ആയിട്ടിരിക്കാൻ വേണ്ടിയാണോ? അല്ല. അപ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 മന്ത്രിമാരെങ്കിലും, മുഖ്യമന്ത്രി ഒഴികെ ഒരു 30 മന്ത്രിമാരെങ്കിലും നമ്മുടെ കേരള മന്ത്രിസഭയിൽ UDFന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഇവരെ ആരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നേ. ഇനി ഇതിൽ കൂടുതൽ മുസ്ലിം ലീഗ് ചോദിച്ചാലോ? മുസ്ലിം ലീഗിന് വേറൊന്നു കൂടിയുണ്ട്, ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരും. അത് ചോദിക്കും. അർഹതയുണ്ടെങ്കിൽ ഉറപ്പായും അവർ ചോദിച്ചിരിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്, ലീഗ് പറയുന്നത്. അപ്പോൾ ഉപമുഖ്യമന്ത്രി കൂടി ലീഗിന് കിട്ടുന്നു. അപ്പം മൊത്തം ലീഗിൽ നിന്ന് 6 പേർ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു. അവർക്ക് കൊടുത്തേ പറ്റൂ. ഇപ്പം ജോസഫിന് കൊടുത്തേ പറ്റൂ. ഇനിയും TM ജേക്കബിന് കൊടുത്തേ പറ്റൂ. അവരുടെ ജേക്കബിൻ്റെ ഗ്രൂപ്പിന്, അതായത് അനൂപ് ജേക്കബിൻ്റെ ഗ്രൂപ്പിന് കൊടുത്തേ പറ്റൂ. ഇനിയിപ്പം മറ്റു പലർക്കും ഈ രീതിയിൽ ഇനിയിപ്പം NCPയിൽ KDP എന്ന് പറയുന്ന പാർട്ടിയിൽ ഇയാൾക്ക് കൊടുക്കണ്ടേ? പാലായിൽ നിന്ന് ജയിച്ചു വരുന്നത് മാണി സി കാപ്പന് അവിടെ നിന്നൊരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരില്ലേ? അപ്പം ഇങ്ങനെ പറയുന്ന ഘടകകക്ഷികൾ ഇപ്പം പി ശശി കൊടുക്കണ്ടേ? അല്ലേ? അദ്ദേഹത്തിന് കൊടുക്കണം. അതേ ഒറ്റപ്പാലത്ത് PK ശശി ഒറ്റപ്പാലത്ത് ജയിച്ചു വന്നാൽ അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കണം. അപ്പം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രമേശ് പിഷാരടി ജയിച്ചാലോ? പാലക്കാട് നിന്ന് രമേശ് പിഷാരടിക്ക് ഒരു മന്ത്രിസ്ഥാനം വേണം. അല്ലെങ്കിൽ മോശമല്ലേ? രമേശ് പിഷാരടി എന്ന് പറയുന്ന ചലച്ചിത്ര താരമാണ്. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ അത് കോൺഗ്രസ്സിന് തന്നെ നാണക്കേടായി മാറും. അപ്പോൾ ഈ രീതിയിലെല്ലാം ജില്ലാ അടിസ്ഥാനത്തിലും അവരുടെ സെലിബ്രിറ്റി വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ മന്ത്രിസ്ഥാനം വീതം വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ശക്തമായ രീതിയിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ അത്ര ശക്തമായ രീതിയിൽ അതിനുള്ള ചരട് വലികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഘടകകക്ഷികൾക്ക് ഈ പറയുന്ന പോലെ VD സതീശൻ മുഖ്യമന്ത്രിയായി കാണുന്നതാണ് എല്ലാവർക്കും ആഗ്രഹം. ഘടകകക്ഷികളെ ഇപ്പോൾ ജേക്കബ് ഗ്രൂപ്പിനാണെങ്കിലും ജോസഫ് ഗ്രൂപ്പിനാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ ലീഗിനാണെങ്കിലും ബാക്കി അങ്ങനെ വരുന്ന എല്ലാ ടീമുകൾക്കും VD സതീശൻ മുഖ്യമന്ത്രിയായി കാണണം. അപ്പോൾ ഈ ഘടകകക്ഷികൾക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള സാഹചര്യത്തിൽ ഘടകകക്ഷികളിലെ MLA-മാരുടെ കൂടി പിന്തുണ ഇല്ലാതെ മുഖ്യമന്ത്രി ആയിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നഗ്ന സത്യം ഈ പറയുന്ന UDF കോൺഗ്രസിലെ പല ഈ മുതിർന്ന 2 നേതാക്കന്മാർ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് ഈ കൂട്ടത്തിലുള്ള ഒരു പിന്തുണയില്ലാത്ത MLA ആകാൻ സാധ്യതയില്ലാത്ത K സുധാകരനെയും അജയ് തറയിലിൻ്റെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ചാടി പുറപ്പെട്ടവർ എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് വേണ്ടത് ഈ ഘടകകക്ഷികളിൽ MLA-മാരുടെ പിന്തുണ കൂടി വേണം. ഇപ്പം നിലവിൽ ആ സ്റ്റാൻഡ് നിൽക്കുന്നത്, ആ MLA-മാരുടെ പിന്തുണ നിൽക്കുന്നത് VD സതീശനാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചരട് വലികൾക്കാണ് ഇപ്പോൾ അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഘടകകക്ഷികളെ കൂടെ വലിച്ച് തങ്ങളിലേക്ക് അടുപ്പിച്ച് നിർത്തണം. ഇതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എക്കാലവും കോൺഗ്രസ് പാർട്ടി തന്നെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃമാറ്റം സംഭവിച്ചിരുന്നാലും ശരി, എത്ര നേതാക്കന്മാർ വന്നിരുന്നാലും, എത്ര ചെറുപ്പക്കാർ വന്നിരുന്നാലും ശരി, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന എല്ലാ കാലത്തും അതിൻ്റെ ഗുണം കാണിക്കും. ഈ തർക്കങ്ങൾ ഉണ്ടായിരിക്കും. എന്തു തന്നെയാണെങ്കിലും ഇത്തവണ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും തീർച്ചയായിട്ടില്ല. കാരണം ഇപ്പോഴും പല റിപ്പോർട്ടുകൾ പ്രകാരവും നിൽക്കുന്നത് LDFൻ്റെ കോർട്ടിലാണ് പന്ത് ഇപ്പോഴും ഉള്ളത്.
LDFിൻ്റെ കോർട്ടിലാണ്. LDF തുടർഭരണം ഉണ്ടാകും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പല കാര്യങ്ങളും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ പറയുന്ന ജനങ്ങളുടെ മുന്നിൽ സ്വയം അപഹാസ്യരാകുന്ന തരത്തിൽ ഈ രീതിയിൽ മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ചും മന്ത്രിസ്ഥാനം വീതം വെക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ആലോചന നടക്കുന്നത്. ഇപ്പോൾ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ പരാജയപ്പെടുമെന്നുള്ള ഒരു സാഹചര്യം ഇരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും മന്ത്രിസ്ഥാനത്തേക്ക് ബിന്ദു കൃഷ്ണയുടെ പേര് കൂടി പരിഗണിക്കപ്പെടുന്നു. എന്ത് വിധിയാണെന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഈ കോൺഗ്രസിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. വെറുതെ നമ്മൾ ആലോചിക്കുമ്പോൾ കോൺഗ്രസ് ഇത്രയൊക്കെ ഉള്ളൂ. എങ്ങനെയൊക്കെ അധികാരം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും ആ സാഹചര്യം ഇപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉദാഹരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ പറയുന്ന ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞ് 24 മണിക്കൂറിനകത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള നാടകീയ സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ടെല്ലാം അറിയാം. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലും നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ കഴിയാത്ത ഈ പറയുന്ന ആൾക്കാർ കേരളത്തിൻ്റെ മന്ത്രിയായുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഇപ്പോൾ VD സതീശൻ മന്ത്രിയായി കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫ് അടക്കമുള്ള പലരും മന്ത്രിസഭയിൽ അംഗമായിരിക്കില്ല. അവർക്ക് പറ്റില്ല. ഇനി VD സതീശൻ അല്ലാതെ രമേശ് ചെന്നിത്തല ആയിക്കഴിഞ്ഞാൽ പോലും VD സതീശൻ മാനത്തിലെ മന്ത്രിസഭയിൽ അംഗമായിരിക്കില്ല. ഇതൊക്കെയാണ് അവർ തമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ പിടിവലികൾ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.